ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം. രേഖകൾ കിട്ടിയിട്ടില്ലെന്നാണ് ഗവർണർ കോടതിയെ അറിയിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നതകൾക്കിടെയാണ് ഇത്തരത്തിലൊരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലെ പ്രതിസന്ധി അന്ന് സുപ്രീം കോടതി ഇടപെട്ടായിരുന്നു പരിഹരിച്ചത്. അങ്ങനെ വിരമിച്ച ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ ചെയർപേഴ്സണായി സെർച്ച് കമ്മിറ്റിയുടെ തലവനായി നിയമിച്ചുകൊണ്ടായിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതി ശ്രമിച്ചത്. അതിനുശേഷമാണ് ജസ്റ്റിസ് ധൂലിയ ഇത്തരമൊരു പട്ടിക അത് കൈമാറുന്നത്. അത് മുൻഗണനാ ക്രമം നിശ്ചയിച്ച ശേഷം അത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തു. ഇതിലൊരു തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് സർക്കാർ വീണ്ടും ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ തീരുമാനം വൈകിപ്പിക്കുന്നതിൽ ഒരു അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അതായത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ നൽകിയത് വെറും കടലാസ കഷണമല്ല, അതൊരു സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടൽ വരുത്തിക്കൊണ്ടുള്ള തീരുമാനം കൂടിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന ഒരു അതൃപ്തിയാണ് പ്രകടമാക്കിയത്. എത്രയും വേഗം തീരുമാനം എടുക്കണം എന്നൊരു നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഗവർണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് രേഖകൾ കിട്ടിയിട്ടില്ല എന്നൊരു മറുപടിയാണ് കോടതിയെ അറിയിച്ചത്. എന്തായാലും റിപ്പോർട്ടിൽ ഉടനടി തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി വാക്കാൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.